വേണ്ടി പോവുകയാണ്. ഞാനും ഓഫീസിലുള്ള കുറച്ച് ഫ്രണ്ട്സും കൂടിയാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഇപ്പം ഞാൻ ബസ് കാത്ത് നിൽക്കുകയാണ്. നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അങ്ങനെ എനിക്ക് ബസ്സൊക്കെ കിട്ടി. ഞാനിങ്ങനെ പാരിപ്പള്ളിയിലോട്ട് പോവുകയാണ്. കുളമട രേവതിയിലാണ് സിനിമ കാണാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ പള്ളിക്ക് ഇറങ്ങി നെക്സ്റ്റ് ബസ് കയറി അങ്ങനെ ഞാൻ അവിടെ എത്തി. അവിടെ എത്തിയപ്പം ബാക്കി വാലുകളെല്ലാം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനായിരുന്നു ലാസ്റ്റ് വന്നത്. അങ്ങനെ അവിടെ എത്തി അവരെയൊക്കെ കണ്ടു. നമ്മളെല്ലാവരും ഒത്ത് സിനിമയ്ക്ക് കയറാൻ വേണ്ടി അങ്ങനെ വരി വരിയായിട്ട് ഓരോരുത്തരും ഇങ്ങനെ നിൽക്കുകയാണ്. രവിന്, അഖിലേച്ചി, ആവശ്യണ്ണായി, പിന്നെ അശ്വിൻ, ശ്രീരാഗ്, നമ്മളെല്ലാവരും കൂടെ ഒരു റോയിൽ തന്നെ ഇരുന്നത്. അങ്ങനെ മഴയും തണുപ്പും ആകെ വേറൊരു വൈബായിരുന്നു. പിന്നെ ഇൻ്റർവെൽ ആയപ്പോഴാണ് ഞാൻ പിന്നെ ഫോൺ എടുത്തത്. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഇൻ്റർവെൽ ആയപ്പോൾ എല്ലാവരും കുറേ പേരൊക്കെ പുറത്തൊക്കെ ഇറങ്ങിപ്പോയി. നമ്മളവിടെ തന്നെ ഇരുന്നായിരുന്നു. അങ്ങനെ സിനിമ കണ്ടു, കൊള്ളാം. ഇൻ്റർവെൽ ആയപ്പം ഇനി എന്താണെന്നുള്ള ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചായിരുന്നു. അങ്ങനെ സിനിമയൊക്കെ കണ്ടിറങ്ങി. സിനിമ കൊള്ളായിരുന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റ് പ്ലാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാനായിരുന്നു. അങ്ങനെ പാരിപ്പള്ളി ലക്ഷ്മി റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. ഒരു 5 മിനിറ്റ് നമ്മൾ ഒരു കസ്റ്റമറിനെ കാണാൻ വേണ്ടി പോയിരുന്നു. അങ്ങനെ നമ്മളിവിടെ കുറച്ച് നേരം നിന്ന് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അങ്ങനെ അവർ വന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. കൺഫ്യൂഷനായിരുന്നു എന്ത് ഫുഡ് കഴിക്കണമെന്ന്. കുഴിമന്തി ഒരു എണ്ണം ഇങ്ങനെ നിൽക്കുന്നു, ബിരിയാണി ഒരു മൈൻഡിൽ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ നമ്മൾ അവസാനം ഒരു ഡിസിഷനിലെത്തി. ഒരു ഫുൾ മന്തിയും ബാക്കി 2 പേർക്ക് ബിരിയാണി മേടിക്കാമെന്നൊക്കെ. അങ്ങനെ നമ്മുടെ മന്തി ആദ്യമേ എത്തി. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഷെയർ ഇട്ട് മന്തിയൊക്കെ കഴിച്ചു. ഒരു ആവറേജ് ടേസ്റ്റേ ഉള്ളായിരുന്നു. സത്യം പറഞ്ഞാൽ വലിയ ടേസ്റ്റ് ഒന്നുമില്ലായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി എന്താവും പരിപാടി എന്നൊക്കെ വിചാരിച്ചു. ഇത് പിന്നെ അവിടുത്തെ വാൾപേപ്പർ ഉണ്ട്. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നെക്സ്റ്റ് പരിപാടി നമുക്ക് ശ്രീരാഗ് വെള്ളച്ചാട്ടം കാണിച്ചു തരാമെന്നും പറഞ്ഞ് നമ്മളെ കൊണ്ടുപോവുകയാണ്. പിന്നെ അതുവരെ വന്നേല്ലേ വെള്ളച്ചാട്ടമെങ്കിൽ വെള്ളച്ചാട്ടം എന്നും പറഞ്ഞ് നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവുകയാണ്. ഇതായിരുന്നു അടിപൊളി ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് കണ്ട് ഒരുപാട് ചിരിച്ച്. ഈ ട്രിപ്പിലെ ഏറ്റവും എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ രവിൻ്റെ ഒരു കോമഡിയാണ് ഇത്. അവസാനം വഴിയിൽ ഇങ്ങനെ പോത്ത് നിൽക്കുകയായിരുന്നു. അവസാനം രവി പോത്തിൻ്റെ കൂടെ വയലിൽ പോകാത്ത കാര്യമായി. പിന്നെ കോമഡി ആയിരുന്നു. പോത്ത് രവിനെ പേടിച്ച് ഓടുകയാണ്. വണ്ടി റിവേഴ്സൊക്കെ എടുത്ത് നമ്മൾ പണവാരം വയലിലൊന്നും എത്താത്ത കാര്യമായി. അവസാനം മാസ്റ്റർ പീസായിട്ട് അവൻ ഇറങ്ങിയെങ്കിലും കാര്യം നടന്നു. അവൻ പോത്തിനെയൊക്കെ ഓട്ടിച്ചു. പിന്നെ നമ്മൾ നെയ്സിനെ ഒരു അമ്പലത്തിൻ്റെ അവിടെ വണ്ടിയൊക്കെ ഒതുക്കി ഇങ്ങനെ മന്ദം നടന്നു. ഇത് പാരിപ്പള്ളിയിലാണ് സ്പോട്ട്. എന്തായാലും അടിപൊളിയായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഇവർ വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല. കുളത്തിലെന്നൊക്കെയാണ് വിചാരിച്ച് അവനെ കളിയാക്കി. ചുമ്മാ തോട് കാണിക്കാൻ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അവിടെ എത്തിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ചെറുക്കനെ നമ്മൾ കുറ്റം പറഞ്ഞു. പക്ഷേ സൂപ്പറായിരുന്നു. അടിപൊളി വൈബായിരുന്നു. കൊച്ചുങ്ങളും പിള്ളേരൊക്കെ കുളിക്കുന്നുണ്ടപ്പോൾ നമുക്ക് തന്നെ ഇറങ്ങി അവിടെ എൻ്റർടൈൻമെൻറ്റ് കാണിക്കാൻ തോന്നി. പിന്നെ നമ്മൾ ഒരു സ്ഥലത്തൊക്കെ പോയിട്ട് വന്നതല്ലേ, പിന്നെ കുറേ നേരം അടിച്ച് പൊളിച്ചു. സത്യം പറഞ്ഞാൽ സെറ്റായിരുന്നു. ഈ ട്രിപ്പിൽ ഫിലിമിനെ കാട്ടി നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്ത ഈ വെള്ളത്തിലായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം വയലിൽ നിന്നിട്ട് ശ്രീരാഗിൻ്റെ വീട്ടിൽ വന്നു. അവൻ വീട്ടിൽ അവിടം വരെ വന്നിട്ട് പിന്നെ അവൻ്റെ വീട്ടിൽ കയറാതെ പോകണം, മോശമല്ലേ. അങ്ങനെ നമ്മളിങ്ങനെ ശ്രീരാഗിൻ്റെ വീട്ടിലോട്ട് മന്ദം നടന്നു പോവുകയാണ്. എൻ്റെ ബാക്കിൽ നിന്ന് എല്ലാ വാലുകളുമുണ്ട്. അതാണ് ഞാനിങ്ങനെ വീഡിയോയിൽ അത് ഷൂട്ട് ചെയ്തായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ വോയിസ് പിന്നെ കൊടുത്തതേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. ഞാനിങ്ങനെ ഫ്രണ്ടേ പോയി. അങ്ങനെ അവൻ്റെ വീടെത്തി. അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ അച്ഛൻ, അമ്മ, അനിയൻ എല്ലാവരും, അമ്മുമ്മ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരെയും പരിചയപ്പെട്ട് കുറേ നേരം നമ്മൾ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ അവൻ്റെ അമ്മ ചായയൊക്കെ കൊണ്ടു തന്നു, മോദകം, പിന്നെ നല്ല ഗുഡ്ഡയുടെ ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ബൈ ടാറ്റ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ശ്രീരാഗ് വഴിയൊക്കെ പറഞ്ഞ് എറിയണ വലിയ കാര്യത്തിൽ നമുക്ക് വഴിയെന്ന് പറഞ്ഞുകൊണ്ടെന്നും പറഞ്ഞ് അതുവഴി പോകണം ഇതുവഴി പോകണം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നമ്മൾ ബൈ പറഞ്ഞ് ടാറ്റ ബൈ പറഞ്ഞ് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം എന്നെ അവർ പാരിപ്പള്ളിയിൽ ഡ്രോപ്പ് ചെയ്തു. ഞാനങ്ങനെ സിംലയിൽ വന്ന് കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. അനിയത്തി ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവൾക്ക് കുറച്ച് ബുക്കും ബാഗൊക്കെ സ്കൂൾ തുറപ്പിൻ്റെതായതുകൊണ്ട് മേടിക്കണം. അവിടുന്ന് ബാഗ് നമ്മൾ പിന്നെ പാരിപ്പള്ളി ഗൾഫ് ആർട്ട് കയറി മേടിച്ചായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നെക്സ്റ്റ് പരിപാടി ഒരു 10 മിനിറ്റ് ബസ് വരാൻ വേണ്ടി ഉണ്ടായിരുന്നു. അങ്ങനെ ഉമ്മാക്ക് വാഷിംഗ് മെഷീൻ മേടിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രശ്മി ഷോറൂമിൽ പാരിപ്പള്ളി കയറി വാഷിംഗ് മെഷീൻ്റെയൊക്കെ റേറ്റൊക്കെ നോക്കി അവിടെ നിന്ന് കുറച്ച് നേരം നിന്നപ്പോൾ ഒരു 5-10 മിനിറ്റ് നിന്നപ്പോഴൊക്കെ ബസ് വന്നു. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും സൺഡേ ട്രിപ്പ് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഒരു ദിവസം പോയത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ഞാൻ വെറുതെ എടുത്തതാണ് കേട്ടോ. നമ്മളവിടെ വെള്ളച്ചാട്ടത്തിൽ കിടക്കുന്ന ഒരു വൈബായിരുന്നു. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.